ട്രംപിനെ എക്സ്പോസ് ചെയ്യാനും നമുക്ക് സാധിച്ചു. ലോകം ട്രംപിനെ റീഡ് ചെയ്തു ഇതിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എബിലിറ്റി ടു ബ്ലഫ് അതൊരു വലിയൊരു ഒരു 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 വരമാണ്. പക്ഷെ എപ്പോഴും ബ്ലഫ് ചെയ്ത് ജയിക്കണമെന്നില്ല. അതെ. അത് യു വിൽ ബി കാട്ട് റെഡ് ഹാൻഡഡ്. അപ്പം ട്രംപ് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാത്യന്തികമായി ഇതല്ല മനസ്സിൽ മറ്റെന്തോ ചിന്തിച്ച് ആ ബെഞ്ച് മാർക്ക് വെച്ചതിന് ശേഷമാണ് കയറ്റി പറയുന്നത്. ഇത് കൃത്യമായി ഭാരതം മനസ്സിലാക്കുന്നു. നോക്കൂ, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഓഹരി വിപണികൾ വലിയ ഇടിവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതെ. ട്രംപ് ഈ അധിക തീരുവ ചുമത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് കൂപ്പുകുത്തേണ്ടതാണ്. സംഭവിച്ചിട്ടില്ല. കാര്യമായ ഉയർച്ച തളർച്ചകളില്ലാതെ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 80,000-ൽ പരം പോയിന്റിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. NSE ഇൻഡെക്സും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇന്ത്യ ഹാസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ദി പൈറോ ടെക്നിക്സ് ഓഫ് ഡൊണാൾഡ് ട്രംപ്. ഈ വെടിക്കെട്ടുകളും വൻപൻ പ്രസ്താവനകളും ഗീർവാണവും എല്ലാം തന്നെ ഭാരതം മനസ്സിലാക്കിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ വിപണി മനസ്സിലാക്കിയിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം എല്ലാം മനസ്സിലാക്കുന്നു. പറഞ്ഞോളൂ. ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്ത്യ വ്യക്തമായി ലോകത്തോട് പറയുകയാണ്, സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലൂടെ സന്ദേശത്തിലൂടെ പറയുകയാണ്, വി നോ അവർ പ്രയോറിറ്റീസ്, വി നോ ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട, മതിയായി, ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ്